ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ചില ബുദ്ധിമുട്ടുള്ളതിനാൽ ന്യൂസ് ചെയ്യാൻ പറ്റിയില്ല. നിഫ്റ്റി ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റാണ് നടത്തിയത്. എബോ 26,000 പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിഫ്റ്റി ഇന്ന് 25,585 ക്ലോസ് ചെയ്തു. 261 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് 57,422 ക്ലോസ് ചെയ്തപ്പോൾ 622 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പും നല്ല പെർഫോമൻസ് ആയിരുന്നു. 271 പോയിൻറ്റ്സ് ഉയർന്ന് 59,241 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,131 ക്ലോസ് ചെയ്തപ്പോൾ 43 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 10.86 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 862 പോയിൻറ്റ്സിൻ്റെ റാലി നടത്തി 83,467 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, സെൻസെക്സ് എന്നിവ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു നടന്നത്. എബോവ് 1.1% റാലിയാണെന്ന് ഈ 3 സെക്ടേഴ്സ് നടത്തിയത്. DIIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 4,076 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIIയും നല്ല ന്യൂസാണ്, 997 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇന്നലെയും FII നെറ്റ് ബയേഴ്സ് ആയിരുന്നു 68 കോടി രൂപയുടെ. FIIയുടെ ഈ തിരിച്ചു വരവ് മാർക്കറ്റിന് വളരെ ഗുണകരം വരും ദിവസങ്ങളിൽ. നിഫ്റ്റി എബോവ് 26,200, 26,300 റേഞ്ചിലേക്ക് പോകും നമുക്ക് പ്രതീക്ഷിക്കാം. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി PSU ബാങ്ക് ഒഴികെ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി FMCGയാണ് നല്ല പെർഫോമൻസ് ഒന്ന് കാഴ്ചവെച്ചത്. എബോവ് 2% റാലിയാണ് കണ്ടത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,48,048 ക്ലോസ് ചെയ്തപ്പോൾ 340 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 35,468 ക്ലോസ് ചെയ്തപ്പോൾ 147 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,381 ക്ലോസ് ചെയ്തപ്പോൾ 309 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG എന്ന് 1,105 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 55,853 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,755 ക്ലോസ് ചെയ്തപ്പോൾ 55 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 78 പോയിൻറ്റ്സ് ഉയർന്ന് 9305 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,531 ക്ലോസ് ചെയ്തപ്പോൾ 129 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 4 പോയിൻറ്റ്സ് ഉയർന്ന് 1543 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 10,287 ക്ലോസ് ചെയ്തപ്പോൾ 69 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,493 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 22,103 ക്ലോസ് ചെയ്തപ്പോൾ 45 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 34 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 7688 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 17 പോയിൻറ്റ്സ് ഉയർന്ന് 932 പോയിൻറ്റ്സിൽ ഇന്ന് ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,666 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,759 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മാസത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ എൻഡിൽ 24,205 ക്ലോസ് ചെയ്ത് നിഫ്റ്റി ഇന്ന് 25,585 നിൽക്കുമ്പോൾ 5.70% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,585 ക്ലോസ് ചെയ്തപ്പോൾ 8.21% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ നിഫ്റ്റിയുടെ മൂവ് മാർക്കറ്റിന് ഗുണകരമായി. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,227 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,145 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,323 ക്ലോസ് ചെയ്തു. ആൻഡ് തേഴ്സ്ഡേ 25,585 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച ഓൾമോസ്റ്റ് 300 പോയിൻറ്റ്സാണ് നിഫ്റ്റിയിൽ ഉയർച്ച ഉണ്ടായത്. ആഴ്ചയുടെ തുടക്കം 2 ദിവസത്തോളം മാർക്കറ്റ് താഴെയായിരുന്നെങ്കിലും തേർഡ് ഡേ മാർക്കറ്റ് ഉയർന്നു തുടങ്ങി. 1.19% റാലിയാണ് നിഫ്റ്റി 50 ഈ ആഴ്ച നടത്തിയത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നെസ്ലെ ഇന്ത്യ 4.52% റാലി നടത്തി. ടാറ്റ കൺസ്യൂമർ 3.15% റാലി നടത്തി. കോട്ടക് മഹീന്ദ്ര 2.60%, ടൈറ്റൻ 2.57%, ആക്സിസ് ബാങ്ക് 2.28%, ഹിൻഡാൽകോ 2.07%, അദാനി പോർട്സ് 1.99%, M&M 1.82%, റിലയൻസ് 1.75% ആൻഡ് ബജാജ് ഓട്ടോ 1.71% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC ലൈഫ് 2.40% ഫോളോ നടത്തി. ഇറ്റേണൽ 1.83%, ശ്രീറാം ഫിനാൻസ് 0.69%, SBI ലൈഫ് 0.27%, ഇൻഫോസിസ് 0.20%, ജിയോ ഫിനാൻസ്
0.18%, ഭാരതി എയർടെൽ 0.06% ഫോൾ ആണെന്ന് കണ്ടത്. ഇതിൽ ബയോ സെല്ലർ റെക്കമെൻഡേഷൻ ഇല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ USD ഫോറക്സ് റിസർവ് ഡേറ്റ 17 ഒക്ടോബർ നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.